എന്തായാലും പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരും പാടാതെ പോകുന്നത് പാടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര റേഞ്ചുള്ള പാട്ടാണ്. ഞാൻ ആദ്യത്തെ രണ്ടുപേരും പാടിയേ പറ്റൂ. ഇത് ആദ്യം എനിക്ക് പാട്ട് അയച്ചു തന്നു, എൻ്റെ ട്യൂൺ അയച്ചു തന്നു. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് കേട്ടോ. അതും ഭയങ്കര ഒരു അതൊരു സിനിമയാണ് ശരിക്കും. അപ്പോൾ ഈ പാട്ട് ഭയങ്കര റേഞ്ചിലുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ഇത് ആദ്യം പ്രാക്ടീസ് ചെയ്യണമല്ലോ. പ്രാക്ടീസ് ചെയ്തിട്ടാണല്ല സ്റ്റുഡിയോ പോകേണ്ടത്. അപ്പോൾ വീട്ടിലൊരു പൂച്ചയുണ്ട്, എന്ത് കേട്ടാലും പേടിക്കാത്ത പൂച്ചയാണ്. ഞാൻ ഈ പാട്ട് അങ്ങോട്ട് പാടിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. അത്ര റേഞ്ചുള്ള പാട്ടാണ്. അപ്പോൾ വൈഫ് പറയും, ദയവേത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റായിട്ടുള്ളതാണ്. ഇത് വിളിച്ചിട്ട് വന്നില്ല, എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ടാണ് നോക്കണത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ വേറെ ആൾ അത്രയും ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന പൂച്ച എൻ്റെ അടുത്തായിട്ട് അടുക്കുന്നില്ല, അത്ര റേഞ്ചാണത്. അപ്പോൾ അങ്ങനെ കീറി പൊളിച്ച് പാടാൻ പറ്റൂല ഇവിടെ. ആ ഓക്കെ, എന്നാൽ 2 വരി പാടാം. ഇത് ശരിക്കും ഒരു താരാട്ട് പാട്ട് തന്നെയാണ്. എൻ്റെ പൊന്നല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നു മോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ,